അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ മുഖ്യ പ്രതിപാദനം മനുഷ്യനാണെന്ന കാര്യം ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, ഭരണകൂടം എല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കത്തിൽ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഭരണകൂടവും ഭരണ സംവിധാനവും ഭരണമാറ്റവുമൊക്കെ, അങ്ങനെ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തമ്പുരാൻ്റെ ഇടപെടലുമെല്ലാം ഈ ഭാഗങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് ശരിക്കും ബോധ്യപ്പെടും. അങ്ങനെയാണ് ഖുർആനിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സവിശേഷത. അതുകൊണ്ട് അത്തരമൊരു സാമൂഹിക ക്രമത്തിനകത്ത് ആ സമൂഹം സ്വസ്ഥമായി സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ യഥാവിധി പഠിപ്പിക്കുകയും ഏതൊരു രാഷ്ട്ര ഘടനക്കകത്തും മനുഷ്യജീവിതം സ്വസ്ഥവും സമാധാനവും നിർഭയപൂർണവുമായിരിക്കണമെന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ഖുർആൻ. സാധാരണഗതിയിൽ മതത്തെ കേവലം ആത്മീയ ആരാധന ചടങ്ങായി മാത്രം പഠിച്ച ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമുണ്ടാകാവുന്ന, എന്നാൽ വിശുദ്ധ ഖുർആന്റെ പ്രതിപാദനത്തിൽ മർമ്മ വിഷയമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുടെ പ്രാർത്ഥനയാണ് ഈ പറഞ്ഞ വസ്തുതയുടെ യഥാർത്ഥ തെളിവായിട്ട് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നത്. പ്രാർത്ഥന നമുക്ക് പരിചയമുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ കേൾക്കുന്ന ദുൽഹജ്ജ് മാസത്തിൽ ഇനി പറയാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ഭാഗങ്ങൾ വിശ്വാസികൾ കേൾക്കാതെ പോവാറില്ല. സൂറ ഇബ്രാഹിം 35-ാം വചനത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ തൻ്റെ കുടുംബത്തെ മക്കയിൽ കൊണ്ടുവന്നാക്കിയ ഘട്ടത്തിലെ പ്രാർത്ഥന പഠിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു: വൈദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം നബി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അക്രമ സംവിധാനത്തിൽ അധിഷ്ഠിതമായൊരു ഭരണകൂടത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുന്ന ഒരു ദിനത്തിൽ പോലും ചിലപ്പോൾ രാഷ്ട്രീയം മതത്തിന് പുറത്തുനിന്ന് ആരോ പഠിപ്പിക്കപ്പെട്ട പാഠഭാഗത്തിൽ ഫ്രെയിം ചെയ്യപ്പെട്ട
അത്തരം ഒരു വിശ്വാസിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അവർ ഇസ്ലാമിനെ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ഈ നാട് നിർഭയമുള്ള നാടായിരിക്കണം, എല്ലാവർക്കും സ്വസ്ഥത്തോടു കൂടി വാഴാൻ പറ്റുന്ന നാട്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണം, ഈ നാട് നിർഭയത്വമുള്ള നാടായിട്ട് മാറണം. വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ പിന്മുറക്കാരെയും വിഗ്രഹ ഉപാസകരാക്കി മാറ്റരുത്, പ്രതിഷ്ഠകളെ ഉപാസകരാക്കി മാറ്റാതിരിക്കാൻ ഞങ്ങൾ അതിനെ അകറ്റി നിർത്തുകയും ചെയ്യണം. അപ്പൊ നാടിൻ്റെ നിർഭയത്വവും പ്രതിഷ്ഠയുടെ ഉപാസനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ആയത്ത് പറയുന്നുണ്ട്. അന്ന് മക്കയിൽ മനുഷ്യവാസമില്ലാത്ത കാലമാണ്. ഇബ്രാഹിം നബിയും ഹാജറും ഇസ്മായിലും അലൈഹിമുസ്സലാം അവരേ ഉള്ളൂ അവിടെ. പിന്നീടാണ് സംസമിന്റെ ആഗമനത്തോടെ ഒരു മാനവിക, സാമൂഹിക, സാംസ്കാരിക ക്രമം, ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള നാഗരിക സമൂഹം ഉണ്ടായി വരുന്നത്. ചരിത്രം നിങ്ങൾക്കറിയാം. അന്ന് അവിടെ വിഗ്രഹ പ്രതിഷ്ഠകളില്ല. ഏകനായ തമ്പുരാന് വേണ്ടി അള്ളാഹു തന്നെ പണി കഴിപ്പിച്ച ആദ്യത്തെ ഭവനത്തിന്റെ തറയിൽ ഇബ്രാഹിം നബി മുൻകൈയെടുത്താണ് പിന്നീട് കെട്ടിടം പണിയുന്നത്. അത്തരമൊരു കാലത്തെ പ്രാർത്ഥനയാണ്, പടച്ചവനെ വിഗ്രഹ പ്രതിഷ്ഠകളെ ഉപാസിക്കുന്നവരായി എന്നെയും എൻ്റെ വരും തലമുറയെയും മാറ്റരുത് എന്നും, ഞങ്ങളുടെ ഈ നാട് നിർഭയമുള്ള നാടാവണേ എന്നും. അപ്പോ വിഗ്രഹ ആധിപത്യത്തിന്റെ, വിഗ്രഹക്രമത്തിന് ആധിപത്യമുള്ള ഒരു സാമൂഹിക, രാഷ്ട്രീയ, രാഷ്ട്ര സംവിധാനം നിർഭയത്വമില്ലാത്ത നാടായിരിക്കും എന്ന് ഈ ആയത്ത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ അവസ്ഥയിൽ വിഗ്രഹ അധിഷ്ഠിത സംവിധാനത്തിന് മേൽക്കൈ കിട്ടിയപ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാസ്ഥ്യം കെട്ടുപോയ കഥയറിയാം. പിറകോട്ടങ്ങോട്ട് സഞ്ചരിച്ചാൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള സാമൂഹ്യ ക്രമങ്ങളെ നോക്കിയാലും മുമ്പും ഈ ക്രമമാണെന്ന്, കൃത്യമാണെന്ന് മനസ്സിലാകും. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന കാലം വിഗ്രഹ ഉപാസനയ്ക്ക് മേൽക്കൈയുള്ള കാലമായിരുന്നു. അവിടെ മുസ്ലിം സമൂഹത്തിന് വാഴാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നത്. ഇങ്ങനെയൊക്കെ പഠിക്കാൻ ഈ ആയത്ത് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിർഭയത്വമുള്ള നാടെന്ന സങ്കല്പത്തെ ശരിയായി പഠിപ്പിക്കുന്നു ഇസ്ലാം. അതൊരു രാഷ്ട്രീയമാണ്, അഥവാ രാഷ്ട്ര സംബന്ധിയായ കാര്യമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊടി രാഷ്ട്രീയവും പാർട്ടി രാഷ്ട്രീയവും പഠിപ്പിച്ചവർക്കും പഠിപ്പിക്കപ്പെട്ടവർക്കും ഈ രാഷ്ട്രീയം മനസ്സിലാവില്ല. അതുകൊണ്ട് നിർഭയത്വമുള്ള നാടിൻ്റെ സ്വസ്ഥപൂർണമായ മുന്നോട്ടുള്ള പ്രയാണം, പ്രവർത്തനവും പ്രാർത്ഥനയുമായി മാറുന്ന ഒരു പ്രവാചക ചര്യയുണ്ട് ഇസ്ലാമിൽ. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൂറ അൽ ബഖറ 126 വചനം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ചവനെ ഞങ്ങളുടെ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണം. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ നാട്ടിൽ അധിവസിക്കുന്ന എല്ലാവർക്കും മതിയായ വിഭവങ്ങൾ ഭക്ഷണമായി ലഭിക്കണം, ഫലമൂലാദികൾ ഭക്ഷണമായി ലഭിക്കണം. ഒരു പഴവും വളരാത്ത മക്കയിൽ വെച്ച് നടത്തിയ പ്രാർത്ഥനയാണ്. ഫലമൂലാദികൾ യഥേഷ്ടം ലഭ്യമാകുന്ന വിഭവങ്ങൾ കിട്ടണം. അവസാനത്തെ ആൾക്കും, ഒരു നാട്ടിലെ അവസാനത്തെ പൗരനും വിഭവങ്ങൾ സ്വസ്ഥമായി ലഭിക്കുന്ന നിർഭയത്വമുള്ള നാട്, നീതി ലഭ്യമാകുന്ന, അവകാശങ്ങൾ വകവെച്ച് കിട്ടുന്ന ഒരു നാടിൻ്റെ സങ്കല്പത്തെക്കുറിച്ചൊരു മഹാപ്രവാചകന്റെ പ്രാർത്ഥനയാണെങ്കിൽ നാടിൻ്റെ സ്വാസ്ഥ്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഇസ്ലാമിൻ്റെ ഉള്ളടക്കമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാകാതെ പോകുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഭരണ സംവിധാനവും ഭരണക്രമവും സ്വസ്ഥതയോടുകൂടി സ്വച്ഛന്തം മുന്നോട്ട് പോകണം, എല്ലാവർക്കും നിർഭയത്വം ഉണ്ടാകണം എന്നുകൂടി പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഭരണ സംവിധാനം അക്രമികളുടേതായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നിർഭയത്വമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, നീതി ലഭ്യമല്ലാത്ത, ജീവന് വിലയില്ലാത്ത, ജീവധന മാനാദികൾക്ക് വില കൽപ്പിക്കപ്പെടാത്തൊരു സാമൂഹ്യ ക്രമം ഉണ്ടാകും. ഇന്ന് ആ സാമൂഹ്യ ക്രമത്തിന്റെ സകല ദുരന്തവും 10 വർഷമായി ഇന്ത്യൻ ജനത ശരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എവിടെയോ പറഞ്ഞു കേട്ടത് ഇപ്പോൾ വീട്ടകത്തേക്ക് കയറി വന്നിരിക്കുന്നു. സമ്പത്ത് ഒരു പിടി ആളുകളുടെ കയ്യിലാവുക, ഭരിക്കുന്നവനും അവന്റെ സിൽബന്ധികളും കാര്യങ്ങൾ തീരുമാനിക്കുക, അവിടെ ക്രമവും അവിടെ ജാതീയതയും ജാത്യാധിഷ്ഠിത ക്രമങ്ങളും ഒക്കെ മേൽക്കൈ നേടുക, അതിനപ്പുറത്ത് മനുഷ്യത്വം അംഗീകരിക്കപ്പെടാതെ പോവുക. ഈ അവസ്ഥ നിർഭയത്വമില്ലാത്ത നാടിൻ്റെ ലക്ഷണമായിരിക്കുന്നു. വിശദീകരിക്കാത്ത വിധം അനുഭവസ്ഥരാണ് നമ്മളെന്നറിയണം. അതുകൊണ്ട് അധികാരവും അധികാരമാറ്റവും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്. രാഷ്ട്രീയം നമ്മുടെ ഇഷ്ടാനുസാരം കൈകാര്യം ചെയ്യാവുന്ന കാര്യമാണ്. അൻതുമാലമി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വാദഗതി ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അറിയണം, അങ്ങനെ ഒരു രീതി ഇസ്ലാം പഠിപ്പിച്ചില്ല. സൂറ ആൽ ഇംറാൻ 26 വചനം, കുൽ പ്രവാചകരെ ഉറക്കെ പ്രഖ്യാപിക്കുക, പറഞ്ഞു കൊടുക്കുക ഈ സമുദായത്തിനും സമൂഹത്തിനും, അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, രാജാതിരാജനായ തമ്പുരാനെ,
തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകും. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർ നീ ഉഗ്രപ്രതാപികളാക്കി മാറ്റും. വതുസില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന നിന്യന്മാരാക്കി നീ മാറ്റും. ബിയദിക്കൽ ഖൈർ, ഈ വക എല്ലാ നന്മയും നിന്റെ കയ്യിലാണ് കേട്ടോ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പം നമ്മൾ തീരുമാനിക്കും വിധം ഈ സംവിധാനത്തെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മളാണ് തീരുമാനാധികാരം. അവിടെ നമ്മുടെ ഇഷ്ടവും താല്പര്യവും ഒക്കെയാണ് തീരുമാനത്തിന്റെ മാനദണ്ഡം. നമ്മുടെ കൊടിനിറവും നമ്മുടെ പാർട്ടി കൂറുമാണ് അതിന്റെ അടിസ്ഥാനം എന്നൊക്കെ മനസ്സിലാക്കിയെങ്കിൽ തെറ്റി. നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും, പക്ഷെ നിങ്ങളല്ല അതിന്റെ പരമാധികാരി. അതുകൊണ്ട് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക തൂതിൽ മുൽക മൻ തശാ വതുഇസ്സു മൻ തശാ വതുസില്ലു മൻ തശാ. രാജാതിരാജനായ തമ്പുരാനെ, നിന്റെ കയ്യിലാണ് അധികാരം. നീയാണ് അധികാരം ഏൽപ്പിക്കുന്നവൻ, നീയാണ് അധികാരം എടുത്തു കളയുന്നവൻ. നീയാണ് യഥാർത്ഥത്തിൽ ആളുകളെ ഉന്നതനാക്കി ഉഗ്രന്മാരാക്കി മാന്യന്മാരാക്കി പ്രതിഷ്ഠിക്കുന്നവർ. നീയാണ് അങ്ങനെ ഇരുന്നവനെ താഴേക്ക് വലിച്ചിരുന്നാക്കി മാറ്റുന്നവനും. ബിയദിക്കൽ ഖൈർ, ഇതിന്റെ എല്ലാം തീരുമാനാധികാരം നിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന ഈ ആയത്ത് വളരെ കൃത്യതയുള്ള വർത്തമാനമാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വിശ്വാസികളായ നമുക്കെങ്കിലും പറ്റണം. നമ്മുടെ തീരുമാനവും നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും അവിടെ പിന്നെ അള്ളാഹുവിന്റെ നിലപാടുകളൊന്നും ഇല്ല. നമ്മൾ നിസ്കരിച്ച് നോമ്പ് നോറ്റ് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ദിക്റും സ്വലാത്തും ഒക്കെ കൃത്യമായിരിക്കണം. റമളാൻ മാസം നോമ്പും പിന്നെ ഹജ്ജും ഉംറയും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ദീന് പൂർത്തിയായി. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടാനുസാരമാകാം എന്നൊക്കെ ഇനിയും വിചാരിക്കുന്ന അറിയണം. അങ്ങനെയല്ല. നിങ്ങൾക്ക് വല്ലാതെ തെറ്റ് പറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ചെറിയ ഒരു അബദ്ധമല്ല, അത് മർമ്മത്തിൽ തന്നെ നിങ്ങൾക്ക് പറ്റിയ തെറ്റാണ്. അതുകൊണ്ട് ഭൂമിയിൽ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ സുന്നത്തുള്ള എന്ന ഖുർആൻ പറ. സുന്നത്തുള്ള എന്ന ഈ പദം നിങ്ങൾ പഠിക്കുക. സുന്നത്തുൻ നബി കേട്ട സമുദായം സുന്നത്തുള്ളയും പഠിക്കണം. സുന്നത്തുൻ നബി തിരുചര്യയാണെങ്കിൽ സുന്നത്തുള്ള അള്ളാഹുവിന്റെ ഇടപെടലാണ്. ഭൂമിയിൽ തമ്പുരാൻ നടപടിക്രമം. ആ നടപടിക്രമത്തെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു വാക്യം ഇങ്ങനെ, സൂറ ആൽ ഇംറാൻ 137 വചനം, ഖദ് ഖലത മിൻ ഖബ്ലികും സുനൻ. പഠിക്കടോ നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ മണ്ണിൽ നിങ്ങളായിട്ടല്ല ആദ്യമായി അധിവസിക്കുന്നവർ. ഇതിനു മുമ്പ് ഒരുപാട് തലമുറ കടന്നു കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖദ് ഖലത മിൻ ഖബ്ലികും സുനൻ, ഒരുപാട് തലമുറകൾ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫസീറു ഫിൽ അർദ്, ഇനി നിങ്ങൾ മണ്ണിലൊന്ന് ഇറങ്ങി നടക്ക്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്ക്. ഫൻദുറു, എന്നിട്ട് നിങ്ങൾ ശരിക്കും നോക്കി കണ്ട് പഠിക്കണടോ. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചു പോയ ആളുകളുടെ ദുരന്തം എന്തായിരുന്നു, അവിടെ പരിണിതി എന്തെന്ന് പഠിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സൂറ ആൽ ഇംറാനിലെ ഈ സൂക്തം ഓതിയിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? കഴിഞ്ഞുപോയ തലമുറകളിൽ അള്ളാഹു നടത്തിയ ഇടപെടലിനെ കുറിച്ച് കൃത്യമായി പ്രഖ്യാപിക്കുന്ന ഭാഗമാണ്. വീണ്ടും അതേ സൂക്തം നമുക്ക് വേറൊരു രീതിയിൽ സൂറ ഫാത്തിറിൽ കാണാം. 44 വചനം, അവലം യസീറു ഫിൽ അർളി, എന്തുകൊണ്ട് അവർ മണ്ണിലിറങ്ങി നടക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ചരിത്രം പഠിക്കുന്നില്ല? എന്തുകൊണ്ട് ചരിത്രത്തിന്റെ അവശേഷികൾ പോയി പഠിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുന്നില്ല? അവലം യസീറു ഫിൽ അർളി, എന്തുകൊണ്ട് അവർ ഭൂമിയിൽ ഇറങ്ങി നടക്കുന്നില്ല? ഫയൻദുറു, എന്നിട്ട് അവർ കണ്ടു പഠിക്കട്ടെ. കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് കടന്നു കഴിഞ്ഞു പോയ കുറെ ആളുകളില്ലേ, അവരുടെ പരിണിതി എന്തായിരുന്നു എന്ന്. വക്കാനു അശദ്ദ മിൻഹും ഖുവ, ഇവർക്കാരൊക്കെ ശക്തരായിരുന്നവർ. ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരിയേക്കാൾ ശക്തന്മാരായ ഭരണാധികാരികൾ നമ്രൂദും ഫിറൗനും ഒക്കെ മുമ്പിലുണ്ട്. മറ്റു ഗോത്ര സമൂഹം, ആദ് സമൂഹമൊക്കെ വേറെയുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് കൂട്ടരെ, നിങ്ങൾ പഠിക്കിൻ. ഇവന്മാരെക്കാളൊക്കെ വമ്പന്മാർ, ഗടാഗടികന്മാർ. അവർക്ക് എന്ത് സംഭവിച്ചാൽ നിങ്ങൾ എന്തേ പഠിക്കാത്തത്? എന്നിട്ടുള്ള അവസാനം ചോദിക്കുക, ഇനിയും നിങ്ങൾക്ക് മൂള വന്നില്ലേ? നിങ്ങളുടെ ചിന്താശേഷി മരവിച്ചു പോയോ? നിങ്ങൾ പലരുടെയും അടിമകളായി മാറിയപ്പോൾ ഇസ്ലാമിന്റെ വഴിയിലൂടെ, ഖുർആൻ വരച്ച വഴിയിലൂടെ ചിന്തിക്കാൻ കഴിയാതെ പോയോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾ കേൾക്കണം. ഫഹൽ യൻദുറൂന, നിങ്ങളിപ്പോഴും കാത്തിരിക്കുകയാണോ? ഇല്ലാ സുന്നത്തൽ അവലിൻ, മുൻകഴിഞ്ഞു പോയ ആ ആളുകൾക്ക് സംഭവിച്ച അതേ ദുരന്തം നിങ്ങളെയും പിടികൂടാൻ കാത്തിരിക്കുകയാണോ? മാറാൻ തയ്യാറില്ല അല്ലേ? നിങ്ങളായിട്ട് മാറില്ല അല്ലേ? നിങ്ങൾ സ്വയം മാറാനും നിങ്ങളുടെ സംവിധാനത്തെ മാറ്റാനും തയ്യാറില്ല അല്ലേ? എങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളിൻ. ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവലീൻ, ആ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് സംഭവിച്ച അതേ ദുരന്തം, അവരെ തേടി വന്ന അതേ ദുരന്തം ഇവരും പ്രതീക്ഷിക്കുകയാണോ? ഫലൻ തജിദ സുന്നത്തില്ലാഹി തബ്ദീല, എന്ന സംശയം വേണ്ട. ഫലൻ തജിദ സുന്നത്തില്ലാഹി തബ്ദീല, അല്ലാഹുവിന്റെ സുന്നത്തിനൊരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ.
അള്ളാഹിന്റെ നടപടിക്രമത്തിന് മാറ്റമുണ്ടാവില്ല. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹിന്റെ തീരുമാനങ്ങളെ മാറ്റാൻ കഴിയുള്ള അധികാര കേന്ദ്രങ്ങളുമില്ല. അതുകൊണ്ട് മണ്ണിൽ തമ്പുരാൻ ഇടപെട്ട് നടപ്പാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കറിയണം. അപ്പൊ ഇസ്ലാം ഇങ്ങനെ സമൂഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത്, മനുഷ്യകുലത്തെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത്, മനുഷ്യന്റെ രാഷ്ട്ര സംവിധാനവും ഭരണ സംവിധാനവും അക്രമികളും അല്ലാത്തവരുമായ ക്രമങ്ങളും അതിനകത്തെ ജീവിച്ചുകൊണ്ടിരുന്ന പൗരന്മാരുമൊക്കെ ആകുന്ന ഇത്തരം അവസ്ഥകളെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു ഖുർആൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഖുർആനിക ചരിത്രം പഠിക്കാൻ താല്പര്യമുള്ള രണ്ട് വിഷയങ്ങൾ അറിയട്ടെ, രണ്ട് ഊന്നലുകൾ മനസ്സിലാക്കട്ടെ. അതിലൊരു ഊന്നൽ ഇതാണ്. അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, സുന്നത്തുള്ള അള്ളാഹുവിന്റെ നടക്കുന്നതിൽപ്പെട്ട ഒരു കാര്യമാണ് അക്രമികളായ ഭരണാധികാരികളെ അവരെക്കാൾ വലിയ അക്രമികളെ കൊണ്ട് അള്ളാഹു കൈകാര്യം ചെയ്യും. നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. അക്രമികളായ ഭരണാധികാരികളെ അതിനേക്കാൾ വലിയ അക്രമികളെ കൊണ്ടുള്ള കൈകാര്യം ചെയ്യും. അക്രമികളായ ജനസമൂഹത്തിന് മേൽ അതിനേക്കാൾ വലിയ അക്രമികൾ അല്ലാഹു അധികാരം കൊണ്ടുവന്ന് ഏൽപ്പിക്കും. ഇത് തമ്പുരാൻ ഇടപെടല. ശരിക്കും ഒരു പ്രതികാര ബുദ്ധിയോടെ നമ്മെ കൈകാര്യം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ ഉതകും ഈ ഭാഗം വായിച്ചാൽ. ആയത്ത് നിങ്ങൾ കേൾക്കുക. സൂറ അൽ-അൻആം 129 സൂക്തം. വക്കദാലിക, അങ്ങനെയാണ് നാഥൻ തമ്പുരാൻ അങ്ങനെയാണ്, നുവല്ലി ബഅദൽ ളാലിമീന ബഅദ, ചില അക്രമികളെ വേറെ ചില അക്രമികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് അക്രമികളായ ചിലരെ അതിനേക്കാൾ വലിയ അക്രമികളെ ഏൽപ്പിച്ചു കൊടുക്കും. ബിമാ കാനു യക്സിബൂൻ, ചെയ്തു വെച്ച ദുരന്തത്തിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കാൻ വേണ്ടി. നിങ്ങൾ ചെയ്തു കൂട്ടിയ സ്വയംകൃത അനർത്ഥങ്ങൾ നിങ്ങൾക്ക് തന്നെ ദുരന്തമായി മാറണം. അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന അന്യായം, നിങ്ങളെക്കാൾ വലിയ അക്രമികൾ നിങ്ങളെ മേൽ അധികാരം വാണുകൊണ്ട് നിങ്ങളെ ശരിക്കും അനുഭവിപ്പിക്കും. ഇത് തമ്പുരാന്റെ ഇടപെടലാണെന്ന് കൃത്യമായിട്ട് അറിയണം. അക്രമം അവസാനിപ്പിച്ചില്ല എങ്കിൽ അവന്റെ മേൽ മറ്റൊരു അക്രമിയെ അല്ലാഹു അധികാരം വാഴിക്കും. ഈ ആയത്തിനെ വിശദീകരിച്ച് മുഫസ്സിരിങ്ങൾ പറയാ, വഹാദാ തഹ്ദീദുൻ ലില്ലാലിം, അക്രമികളായ സംവിധാനങ്ങൾ, ഭരണകൂടമാവട്ടെ അത് നടത്തിപ്പുകാരാവട്ടെ ആരോ ആവട്ടെ, അത്തരം അക്രമികൾക്കുള്ള തഹ്ദീദ്, വാണിംഗ് ആണ്, കൃത്യമായ വാണിംഗ് ആണ്. ഇല്ലം യംതനി അനിൽ ദുൽമ ഇല്ലം യംതനി അൻ ദുൽമിഹി, ഈ അക്രമി സംവിധാനം അവിടെ അക്രമം അവസാനിപ്പിച്ചില്ല എങ്കിൽ സല്ലത്തല്ലാഹു അലൈഹി ളാലിമൻ ആഖർ, അല്ലാഹു അവരുടെ മേൽ വേറൊരു അക്രമിയെ അധികാരം വാഴിക്കും. അല്ലാഹ് സുൽത്താൻ നൽകുന്ന അധികാരം നൽകും. അപ്പൊ അക്രമികളായ ഒരു കൂട്ടർ നേരെയാവുന്നില്ല എങ്കിൽ അവരുടെ മേൽ വേറൊരു അക്രമി സംഘത്തെ അല്ലാഹ് കൊണ്ടുവരും. അക്രമികളായ ഒരു സംവിധാനത്തെ തിരുത്താൻ നേരും നെറിയുമുള്ളവർ തയ്യാറാകുന്നില്ല എങ്കിൽ അവരുടെ മേൽ അതിനേക്കാൾ വലിയ അക്രമി അധികാരം വാണുകൊണ്ട് അവർ ശരിക്കും ദുരന്തം അനുഭവിക്കും. ഇത് തമ്പുരാന്റെ ഇടപെടൽ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നമുക്ക് വല്ലാതെ മനസ്സിലാകും ചിന്തിച്ചാൽ. മുമ്പൊരു ഭരണകൂടം ഉണ്ടായിരുന്നു 10 കൊല്ലത്തിന് മുമ്പ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചോ? ആ ഭരണകൂടം നീതിപൂർവമാണോ മുന്നോട്ട് പോയിരുന്നത്? അവർ അനീതി കാണിച്ചിരുന്നുവോ? അവർ അനീതി കാണിച്ചത് കൊണ്ടാണോ, അക്രമം ചെയ്തത് കൊണ്ടാണോ അവരെക്കാൾ വലിയ അക്രമിയെ പിന്നീടുള്ള അധികാരത്തിൽ കൊണ്ടുവന്നത്? അന്ന് ആ ഭരണകൂടം തെറ്റായ ചെയ്തികൾ ചെയ്തപ്പോൾ നിങ്ങൾ തിരുത്തിയോ? നിങ്ങൾ ആക്രമത്തിന് ഓശാന പാടിയോ? നിങ്ങളുടെ കൊടിനിറവും നിങ്ങളുടെ പാർട്ടി കൂറുമാണോ നിങ്ങളെ നയിച്ചത്? അതല്ല, കൊടിനിറത്തിനപ്പുറത്ത്, പാർട്ടി മാനിഫെസ്റ്റോക്ക് അപ്പുറത്ത് വിശുദ്ധ ഖുർആന്റെ മാനിഫെസ്റ്റോ നിങ്ങളെ നയിച്ചോ എന്ന ചോദ്യത്തിന് മുസ്ലിം സമുദായം ഉൾപ്പെടെ മറുപടി പറയണം. അപ്പൊ നമ്മൾ പിറകോട്ട് തിരിഞ്ഞു പോകുമ്പോ ആരൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരുപാട് ദുരന്ത ചെയ്തികൾ, നിരന്തര കലാപങ്ങൾ അരങ്ങേറി ഇന്ത്യയിൽ. സമുദായത്തിന് ന്യൂനപക്ഷം ഒരുപാട് ദുരന്തം അനുഭവിച്ചു. ബാബരി മസ്ജിദിന്റെ പതനത്തിന് കാരണമാകുന്ന നിലപാടുകൾ എടുത്തു, തടഞ്ഞില്ല, ഒടുവിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. അതിനപ്പുറത്ത് ഒരുപാട് നികൃഷ്ട നിയമങ്ങൾ, UAPA ഉൾപ്പെടെ കരിനിയമങ്ങൾ, മുസ്ലിം സമുദായം ജയിലിൽ അടക്കപ്പെട്ടു. അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ കുറെ പഴയ കഥകളുണ്ട്. പഴയ കഥകൾ നമ്മെ വല്ലാതെ പേടിപ്പെടുത്തും. ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അപ്പറയുന്ന ഭരിക്കുന്ന കക്ഷിക്കകത്ത് മുമ്പേ ആധിപത്യമുള്ള സംഘ് മനസ്സുള്ള ആ ഭാഗത്തെ നിയന്ത്രിച്ച് ദേശീയ രാഷ്ട്രീയത്തിന്റെ ശരിയായ ക്രമത്തിലേക്ക് മതേതര സമയത്ത് കൊണ്ടുവരാൻ അന്ന് ഭരിച്ചവർക്ക് പിന്നീട് പറ്റിയില്ല. അതുകൊണ്ടിന്നും ഈടി പേടിയാൽ സംഘത്തോട് പക്ഷം ചേരുന്ന ആളുകൾ ആ ഭാഗത്ത് കൂടി വരികയാണ്. അഴിമതിയുടെ പേരിൽ ഒടുവിൽ ഈ രാജ്യത്തെ സാധാരണക്കാരായ ചിന്തിക്കുന്ന മനുഷ്യന്റെ മുഴുവൻ പിന്തുണയും കിട്ടാൻ ഉതകും വിധം ഡൽഹിയിൽ ഒരു നാടകം നടന്നു. ആ നാടകത്തിന് ഒടുവിലാണ് പഴയ ഭരണകൂടം കീഴ്മേൽ മറിക്കപ്പെട്ട് പുതിയ അക്രമി സംവിധാനം അധികാരത്തിൽ നിന്ന്. രാഷ്ട്രീയം പഠിക്കുന്നവർ പഠിക്കട്ടെ, അല്ലാത്തവർ തൽക്കാലം മിണ്ടാതിരിക്കട്ടെ. അപ്പോ അക്രമത്തിന്റെ വഴിയെ മുന്നോട്ട് പോയ ഒരു സംവിധാനത്തെ
അതിനേക്കാൾ ഒരു അക്രമികളെ അധികാരത്തിലേറ്റിയിട്ട് നേരെ ചൊവ്വെ പഠിപ്പിച്ച പാഠം ഈ ആയത്ത് വായിക്കുന്ന നിങ്ങൾക്ക് രുചിക്കുന്നില്ലെങ്കിൽ ഇത് വായിച്ചു പോകുന്ന പലർക്കും രുചിക്കുന്ന ആ സൂക്തങ്ങളാണെന്ന് കൃത്യമായിട്ട് അറിയണം. അപ്പൊ അങ്ങനെ ഒരു ക്രമമുണ്ട് കൂട്ടരെ. ഇവിടെ നടന്നു പോയ കാര്യത്തെ കുറിച്ചാണ് ഈ ആയത്ത് വിശദീകരിച്ച ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞ വർത്താനം നിങ്ങൾ കേൾക്കണം. ഇദാ റഅയ്ത ലാലിമ, ഒരു അക്രമിയെ നീ കണ്ടാൽ, എന്തകു മിൻ ലാലിമിൻ, അവൻ വേറെ ഒരു അക്രമിയോട് പ്രതികാരം ചെയ്യുന്ന നീ കണ്ടാൽ, ഫഖിഫ്, നീ ഒന്ന് നിൽക്കണം കേട്ടോ, നീ ഒന്ന് നിൽക്കണം. എന്നിട്ട് വൻദുർ ഫീഹി മുതഅജ്ജബ, അതിൽ അല്ലാഹു പറഞ്ഞ ഈ അത്ഭുതം ശരിക്കും നിനക്ക് നോക്കിക്കാണാം. അല്ലാഹു ഒരു അത്ഭുതത്തെ കുറിച്ചാണ് പറഞ്ഞത്. അക്രമിയായ ഭരണാധികാരിയെ അതിനേക്കാൾ അക്രമിയെ അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഒരു ഭരണകൂടം അക്രമത്തിൽ മുന്നോട്ട് പോവുകയും നീതിപൂർവമല്ല നയിക്കുകയും ചെയ്യുന്നത് എങ്കിൽ അതിനേക്കാൾ അക്രമിയെ അല്ലാഹു അധികാരം ഏൽപ്പിക്കും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും നേരത്തെ അക്രമം ചെയ്ത കൂട്ടരോട് അതിനേക്കാൾ അക്രമി പ്രതികാരം ചെയ്യുന്നത്. അങ്ങനെയാണ്. അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം മുദ്രാവാക്യമായി മാറിയത്. അങ്ങനെ തന്നെ അങ്ങ് മനസ്സിലാക്കിക്കോ നിങ്ങൾ. അപ്പൊ ഇത് കാണുമ്പോ ഫുലൈൽ ഇബ്നു ഇയാദിന്റെ ഉദാഹരണം വായിച്ചാൽ, ഇദാ റഅയ്ത ലാലിമ, ഒരു അക്രമിയെ നീ കണ്ടു, എന്തകു മിൻ ലാലിമിൻ, അവൻ മറ്റൊരു അക്രമിയോട് പ്രതികാരം കണ്ടാൽ, ഫഖിഫ്, നീ ഒന്ന് ശരിക്കും നിൽക്ക്, നീ അവിടെ നിന്ന് നിൽക്ക്. എന്നിട്ട് വൻദുർ ഫീഹി മുതഅജ്ജബ, അതിനകത്ത് തമ്പുരാൻ പറഞ്ഞു വെച്ച ഈ അതിശയത്തെ കുറിച്ച് നീ ചിന്തിക്ക്. അപ്പോൾ ഈ അതിശയം ഒരു അതിശയമാണ്, സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. സംഭവിച്ചു കഴിഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ട് അറിയുക. അപ്പൊ ഇങ്ങനെ ഒരു രീതിയുണ്ട് അള്ളാഹുവിൻ്റെതെന്ന് പഠിക്കണം. നിങ്ങൾ ഈ ആയത്ത് തുടച്ചു മായ്ച്ചിട്ട് നിങ്ങൾ ഖുർആൻ മാറ്റി എഴുതാൻ പറ്റില്ല. ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ പറയാൻ പോയാൽ ഈ ഞാൻ ഉദ്ധരിച്ച തഫ്സീറുകൾ വായിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഉദ്ധരണങ്ങൾ എന്റെ വകയിലെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഷെയ്ഖ് സഈദ് റഹിമഹുല്ലാഹ് ആയത്തിനെ വിശദീകരിച്ച് പറയാ, അതായത് കദാലിക മിൻ സുന്നത്തിന, നമ്മുടെ ചര്യ ഇങ്ങനെയാണ്, നടപടിക്രമം ഇങ്ങനെയാണ്. അൻനുവല്ലിയ കുല്ല ലാലിമിൻ ലാലിമ, ഓരോ അക്രമിയെയും വേറൊരു അക്രമിക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കും. ഓരോ അക്രമിയെയും വേറെ അക്രമിക്ക് അല്ലാഹു ഏൽപ്പിച്ചു. അപ്പൊ രാഷ്ട്രീയ മാറ്റത്തിൽ നിങ്ങളുടെ ചെയ്തികളെക്കാൾ തമ്പുരാൻ ഇടപെടണമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇസ്ലാം. മിസ്ലുഹു യുഅസ്സിഹി ഇല ശർരി, ഇവനേക്കാൾ കൂടുതൽ ശക്തനായി തിന്മയിലേക്ക് മനുഷ്യരെ തള്ളിയിടുന്ന, വയഹുസ്ഹു അലൈഹി, അക്രമത്തിലേക്ക് മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന, വയസ്ഹദുഹു ഫിൽ ഖൈർ, നന്മയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്ന, വയൻഫിറു അൻഹു, നന്മയെ ഇല്ലാതാക്കുന്ന വലിയ അക്രമി വേറെ വരും. അങ്ങനെ അക്രമി വന്നു. ഇപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിഞ്ഞു. അങ്ങനെ അനുഭവിക്കേണ്ടവരൊക്കെ അനുഭവിച്ചു. എല്ലാവരും അനുഭവിച്ച പുതിയ മൈതാനത്ത് രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന ആളുകൾ അറിയണം ഇങ്ങനെ ഒരു വിശകലനം ഇസ്ലാമിൽ. എന്നിട്ട് അദ്ദേഹം പറയാ, വദാലിക മിൻ ഉഖൂബാത്തില്ലാഹിൽ അലീമ, ഇത് അള്ളാന്റെ വലിയ ശിക്ഷയാണ്. ഇത് ശിക്ഷയാണെന്ന് മനസ്സിലായോ നമ്മിൽ എത്ര പേർക്ക്? ഈ രാഷ്ട്രീയത്തിന്റെ ദുരന്തം അടുക്കളയിൽ അനുഭവിക്കുന്ന എത്ര പേർക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന്, ഇങ്ങനെയൊക്കെ ഈ മണ്ണിൽ സംഭവിക്കുന്നുണ്ടെന്ന്? ദൈനംദിന രാഷ്ട്രീയത്തിൽ മതപഠനത്തെക്കാൾ താല്പര്യമുള്ളവർ, ദൈനംദിന രാഷ്ട്രീയത്തിൽ പള്ളിയിൽ പ്രവേശനത്തേക്കാൾ താല്പര്യം കാണിക്കുന്നവർ, ദൈനംദിന രാഷ്ട്രീയത്തിൽ തമ്പുരാന്റെ ഭവനത്തിൽ ചിലവഴിക്കുന്ന സമയം ചെലവഴിക്കുന്നവർ, ദൈനംദിന രാഷ്ട്രീയത്തിന് വേണ്ടി വാവിട്ട് ബഹളം വെച്ച് തെരുവിൽ ഇറങ്ങി ഓടുന്നവർ, സ്വന്തം ദീനിന് വേണ്ടി പോലും ശ്രദ്ധിക്കാറില്ല. അത്തരം ആളുകൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായ വദാലിക മിൻ ഉഖൂബാത്തില്ല, വദാലിക മിൻ ഉഖൂബാത്തില്ലാഹിൽ അലീമ, ഇത് തമ്പുരാന്റെ ശിക്ഷയാണ്. അതിന്റെ ദുരന്തം വളരെ വ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഷെയ്ഖ് സഈദി റഹിമഹുല്ലാഹ് പറയാ, വായിച്ചിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോകണം. എന്നിട്ട് അതൊരു ആയത്ത് ഉദ്ധരിക്കുന്ന സൂറ ഫുസ്സിലത്തിലെ 46-ാം വചനം, അമാ റബ്ബുക ബില്ലല്ലാമിൻ ലിൽ അബീദ്, നിന്റെ നാഥൻ ദാസന്മാരോട് അനീതി കാണിക്കാറില്ല. ഇത് അല്ലാഹ് കാണിച്ച അനീതിയല്ല, നിങ്ങളായിട്ട് ചെയ്തു കൂട്ടിയതാ. നിങ്ങൾ തിരുത്തിയില്ല, നിങ്ങൾ ഇടപെട്ടില്ല, നിങ്ങൾ ശബ്ദിച്ചില്ല, നിങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങൾ നിസ്കരിച്ച് ദുആ ചെയ്ത് എഴുന്നേറ്റ് പോയി. നിങ്ങൾ ഇപ്പോഴും അത് ആഗ്രഹിക്കുന്നു. ആര് ഭരിച്ചാൽ എന്താ, ഉംറക്ക് പോകാൻ പറ്റുമല്ലോ, ഹജ്ജിന് മുടക്കണ്ടാവില്ല, പിന്നെ അധികം പൈസ കൊടുക്കേണ്ടി വരുന്നല്ലോ, നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ പറ്റുന്ന പോയാ പോരെ എന്നൊക്കെ സമാധാനിച്ച് പള്ളിയിൽ 5 വക്ത് വരുന്നവരെ നിങ്ങളെ അങ്ങനെ അങ്ങ് ഇസ്ലാം വിടില്ല. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം കൃത്യമായിട്ട് അറിയണം. അപ്പൊ ഇതൊരു പാഠമാണ്. അള്ളാഹു അക്രമികളെ അതിനേക്കാൾ അക്രമികളെ ഏൽപ്പിക്കും. അക്രമത്തെ നോക്കുന്നവർ അതിനേക്കാൾ അക്രമം അനുഭവിക്കേണ്ടി വരും. അക്രമികളെ അള്ളാഹു അതിനേക്കാൾ അക്രമിയെ ഏൽപ്പിക്കും. അക്രമത്തെ കയ്യും കെട്ടി നോക്കുന്നവർ ശരിക്കും അക്രമത്തെ അനുഭവിക്കേണ്ടി വരും. രണ്ടാമത് പാഠം നിങ്ങൾ പഠിക്കുക, ഈ അക്രമത്തിനെതിരെ ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രംഗത്തുണ്ടാവേണ്ട മുസ്ലിമീങ്ങളായിരുന്നു.
കാരണം അവർ ഇസ്ലാമിൻ്റെ ആളുകൾ, ഈ പറഞ്ഞ ഖുർആന്റെ ആളുകൾ. അപ്പൊ ആ നിലക്ക് നിങ്ങൾ ഒരു സമൂഹത്തിന്റെ രോഗങ്ങളെ ചികിത്സിച്ച് അതിനെ ശരിപ്പെടുത്തി വസൂരി രോഗം ബാധിച്ച ഒരു സാമൂഹിക ക്രമത്തിന് അത് ഡോക്ടറുടെ റോള് നിങ്ങൾ നിർവഹിക്കേണ്ടതായിരുന്നു. വസൂരി രോഗം ബാധിച്ച ഒരു സാമൂഹിക ക്രമത്തിന് ഡോക്ടറുടെ പണി എന്താ? രോഗികളെ ചികിത്സിക്കുക, ആ മഹാമാരി ഇല്ലാതാക്കുക, മറ്റുള്ളവരെ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കുക, എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവരുടെയും കഴിവുകളെ ചേർത്ത് കൊണ്ടുവന്നിട്ട് ആ മഹാമാരിയെ നാടുകടത്തുക എന്ന ഒരു ദുരന്തം. ഈ വസൂരിയേക്കാൾ, കോവിഡിനേക്കാൾ മഹാമാരി ഈ സമൂഹത്തെ ബാധിക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ നിസ്കരിച്ച് പ്രാർത്ഥിച്ച് കുത്തിയിരുന്നു എങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങളെ അല്ലാഹു വെറുതെ വിടും. രണ്ടാമത് പാഠം അതാണ്, സുന്നത്തുള്ള. ഈ ഭാഗം നിങ്ങൾ കേൾക്കുക. ഷെയ്ഖ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു, ഇദാ റളിയല്ലാഹു അൻ ഖൗമിൻ, അല്ലാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ, വല്ല അംറഹും ഖിയാർ, അവരുടെ ഭരണം അല്ലാഹു നല്ലവരെ ഏൽപ്പിച്ചു കൊടുക്കും. ഇപ്പൊ ഭരണം നമ്മളെ കാര്യമാണ്, രാഷ്ട്രീയം നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ പാർട്ടി, നമ്മുടെ കൊടി, നമ്മുടെ മാനിഫെസ്റ്റോ. അന്തുമലവി ഉമൂരി ദുനിയാക്കുന്ന ഇതുവരെ പഠിച്ചത് ഇപ്പൊ അനുഭവിച്ചു തുടങ്ങി, കാലിന്റെ മണ്ണ് പോയപ്പോ. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ കാര്യത്തെ നമ്മൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ പാർട്ടികൾക്ക് വീതം വെച്ച് കൊടുക്കാൻ ഫത്വ പുറപ്പെടുവിച്ച ആളുകൾ ഇപ്പോൾ വിരൽ കടിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ നിങ്ങൾ അറിയണം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ റളിയല്ലാഹു അൻ ഖൗമിൻ, ഒരു സമൂഹത്തെ, ഒരു മുസ്ലിം സമുദായത്തിൽ ഒരു സമൂഹത്തെ ഏതോ ആവട്ടെ, ആ സമൂഹത്തെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, വല്ല അംറഹും ഖിയാറഹും, അവരുടെ ഭരണം അല്ലാഹു നല്ലവരെ ഏൽപ്പിക്കും. വൈദാ സഖതല്ലാഹു അലാ ഖൗമിൻ, ഒരു സമൂഹത്തോട്, ഒരു സമുദായത്തിൽ അല്ലാഹു ദേഷ്യം വന്നാൽ, അവർ ധാർമ്മികത കൈവിട്ട്, നേരും നിറയും കൈവിട്ട്, പാർട്ടി പക്ഷവും കൊടിനിറവും നോക്കി അവർ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി അവരുടെ ദൗത്യ ഉദ്യോഗം മറന്നുവെങ്കിൽ അല്ലാഹു അവരോട് ദേഷ്യപ്പെടും. വൈദാ സഖിതല്ലാഹു അലാ ഖൗമി, ഒരു സമൂഹത്തോട് അല്ലാഹു ദേഷ്യം വന്നാൽ, ദേഷ്യപ്പെട്ടാൽ, വല്ല അംറഹും ശിറാറഹും, അവരുടെ ഭരണം ഏറ്റവും മോശക്കാരെ അല്ലാഹു ഏൽപ്പിക്കും. അപ്പോൾ മോശം ഭരണാധികാരം അനുഭവിച്ചേ പറ്റൂ. ഇത് നിങ്ങളായിട്ട് ചെയ്തു വെച്ചതാണ് എന്നാണ് ഇവനർത്ഥം. നിങ്ങളിപ്പോൾ മോശം ഭരണാധികാരിക്ക് കീഴിൽ നിർഭയത്വമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ പങ്കും കൃത്യമാണ്. നിങ്ങൾ അങ്ങനെയാണ് രാഷ്ട്രീയം കളിച്ചത്, നിങ്ങൾ അങ്ങനെയാണ് പാർട്ടിക്ക് വേണ്ടി കളിച്ചത്, നിങ്ങൾ അങ്ങനെയാണ് മുദ്രാവാക്യം രൂപപ്പെടുത്തിയെടുത്തത്. നിങ്ങൾ ഒരിക്കലും ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിച്ചില്ല, ഈ സഹാബിയുടെ ഹദീസ് അപ്പം നിങ്ങൾ കേട്ടില്ല, വേറെ പല ഹദീസും കേട്ടു, ഈ തഫ്സീർ നിങ്ങൾ വായിച്ചില്ല. സയ്യിദുൽ മുഫസ്സിരീൻ, ഖുർആനിനെ ഏറ്റവും വ്യാഖ്യാനം പറഞ്ഞ ഒന്നാമൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റസൂലിന്റെ ഗുരുമുഖത്തുനിന്ന് ഖുർആൻ പഠിച്ചതാ, തഫ്സീർ പഠിച്ചതാ. അദ്ദേഹം പറയാ, എന്നിട്ട് അതൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്, മൻ അആന ളാലിമൻ, അക്രമികളെ ആര് സഹായിച്ചുവോ, സല്ലത്തഹുല്ലാഹു അലൈഹി, അങ്ങനത്തെ അക്രമികളെ അല്ലാഹു അവരുടെ മേൽ ആധിപത്യത്തിൽ കൊണ്ടുവരും. നിങ്ങൾ അക്രമികൾക്ക് സഹായികളായി, നിങ്ങൾ അക്രമത്തിന്റെ കൂടെ നിന്നു, അപ്പൊ നിങ്ങളുടെ മേൽ അക്രമികളെ തന്നെ അല്ലാഹു വാഴിച്ചു. അപ്പൊ നിങ്ങളുടെ നിലപാടിന് പ്രശ്നമുണ്ട്, നിങ്ങളുടെ നിലപാടിന് പ്രാധാന്യമുണ്ട്. ഇസ്ലാം അങ്ങനെ, നിങ്ങളുടെ നിലപാടുണ്ടാവണം, തിന്മക്കെതിരെ ശക്തമായ നിലപാട് വേണം. കഴിയുമെങ്കിൽ കൈ കൊണ്ട് തടയണം. ഹദീസ് പഠിച്ചില്ലേ നിങ്ങൾ? പറ്റില്ലെങ്കിൽ നാവ് കൊണ്ടെങ്കിലും പ്രതികരിക്കണോ? രോഷം ഒന്ന് വിളിച്ചു പറയും, രണ്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്ക്. അതിനും പറ്റാത്ത ക്രമത്തിൽ കടുത്ത വെറുപ്പുണ്ടാവണം ഈ സിസ്റ്റത്തോട്, ഈ സംവിധാനത്തോട്, ഈ രാഷ്ട്രീയ സംവിധാനങ്ങളോട്, ഈ പാർട്ടികളോട്, ഈ ക്രമത്തോട് കടുത്ത വെറുപ്പുണ്ടാവണം. ആ വെറുപ്പിന് ഉള്ളിൽ രോഷമായിട്ട് ഉയരണം. അത് ഏറ്റവും താഴെ തട്ട് നിലപാടാ. വദാലിക അൽഅഫുൽ ഈമാൻ, ഹദീസിന്റെ അവസാന ഭാഗം, വദാലിക അൽഅഫുൽ, അത് ഈമാന്റെ ദുർബലമാണ് കേട്ടോ. നാലാമതൊരു നിലപാടില്ല. പക്ഷെ നാലാമത് നിലപാട് ഉണ്ടാക്കിയെടുത്തു നമ്മൾ. നമുക്ക് പലർക്കും ഒരു പ്രശ്നമില്ല, നമ്മളിങ്ങനെ സ്വസ്ഥമായിരിക്കും. അധികാരവും ഭരണവും രാഷ്ട്രീയമൊക്കെ പാർട്ടി കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഏതൊക്കെ പാർട്ടിയിലാണ്, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. വല്ലാതെ അരിക്ക് വില കൂടുമ്പോൾ ഇത്തിരി കൊള്ളും, നികുതി കൂടുമ്പോൾ ഇത്തിരി പൊള്ളും, അതിനപ്പുറത്ത് നമ്മളെ ബാധിക്കാറില്ല. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച 3 നിലപാടേ ഉള്ളൂ. ഇസ്ലാം പഠിപ്പിക്കാത്ത 4ാമത് നിലപാടായിരിക്കുന്ന ഷണ്ഡീകരിക്കപ്പെട്ട കൂട്ടർ, ഇപ്പോഴും വീര്യം ചോർന്നു പോയവർ, ഈമാനിന്റെ ആവേശം കെട്ടുപോയവർ, സമരോത്സവ തൊട്ടു തീണ്ടാത്തവർ, അത്തരം ഒരു സമുദായത്തിന് നമസ്കാരത്തടങ്ങും മണ്ണിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കില്ല. അള്ളാന്റെ ഔദാര്യം കൊണ്ട് ചിലപ്പോൾ ഖബർ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം, പക്ഷെ നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കില്ല എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഈ തിരുവചനവും വിശദീകരണവും വായിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാൻ കഴിയുമോ സുഹൃത്തുക്കളെ? അദ്ദേഹം വീണ്ടും വിശദീകരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഈ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അന്നല്ലാഹ ഇദാ അറാദ ബിഖൗമിൻ ശർറ, അല്ലാഹു ഒരു സമൂഹത്തിന് ദുരന്തം വരാൻ തീരുമാനിച്ചാൽ, ഷർറ് അല്ലാഹു കൊണ്ടുവന്നു തരും.
നിങ്ങൾക്ക് ഷർറ് അല്ല കൊണ്ടുവന്നൊരു ഹൈറ് തരുന്ന അല്ലയായതുപോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇത് ആറാദബി കൗമിൻ ഷർറ, ഒരു സമൂഹത്തിനുള്ള ഷർറ് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ വല്ല അംറഹും ഷിറാറഹും, അവരുടെ ഭരണം ഏറ്റവും മോശക്കാരെ ഏൽപ്പിക്കും. ഇപ്പൊ മോശക്കാരിൽ മോശക്കാർ നിങ്ങളെ ഭരിച്ചു 10 കാലം. ഇപ്പോ നിങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ലാതായി, നിങ്ങളെ ശരിക്കും അനുഭവിച്ചു. എന്നിട്ടും നിങ്ങൾ പലരും പഠിച്ചില്ല, ഇപ്പോഴും ഗൗരവം മറന്ന് കളിക്കുക. അതുകൊണ്ട് ഇപ്പോഴും മതസംഘടനകളുടെ ക്രീമിന് പോലും അങ്ങനെയാണല്ലോ. ഒരു മതസംഘടന മുഷാവറ എന്ന് പറഞ്ഞ ക്രീമാണ്, കൂടിയാലും സമിതിയാ. ആ ക്രീമിൽ നിന്ന് പോലും പാർട്ടിക്കാർക്ക് ആളുകളെ അടർത്തിയെടുക്കാൻ കഴിയും വിധം നിങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പോലും ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളെ അണികൾ നിർത്താൻ കഴിയുമോ? പിന്നെയോ ഇപ്പുറത്ത് നിങ്ങൾ കണ്ടന്തുണ്ടമായി തീർന്നിരിക്കുക. ഒരു ഈദ്ഗാഹ് പോലും ഭംഗിയായി നടത്താൻ കഴിയില്ല. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളെ അത്രമേൽ ഒരേ സംഘടനക്കാരായിരിക്കെ തന്നെ ബാധിച്ചു കഴിഞ്ഞിരിക്കുക. അങ്ങനെ അങ്ങ് നോക്കൂ, നിങ്ങൾ പള്ളി കമ്മിറ്റിയിൽ ഒരു മഹല്ല് സംവിധാനത്തിലെ ഒരു നെറികേടിനെ ചോദ്യം ചെയ്യാൻ കമ്മിറ്റിക്ക് പറ്റില്ല. കാരണം ആ നെറികേട് കാണിച്ചവന്റെ പാർട്ടി നോക്കി അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് മഹല്ല് കാളിമാരൊക്കെ നിശബ്ദരായിരിക്കും, മിമ്പറിന് ശബ്ദം ഉണ്ടാവില്ല. തെരുവിൽ തേരാപ്പാര നടക്കുന്ന രാഷ്ട്രീയക്കാരൻ മിമ്പറെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. നിങ്ങളായിട്ട് ചെയ്തു കൂട്ടി തുറന്ന നിങ്ങളെ അങ്ങനെയൊന്നും വിട്ടുപോവില്ല. നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ എന്നത് ഈ ദിവസം നമ്മൾ പറയണം. കഴിഞ്ഞ സമയത്തല്ല പറയേണ്ടത്, പക്ഷെ ഇന്ന് നമ്മൾ പറയണം. ഇന്ന് വോട്ടുകൾ പെട്ടിയിലാകാൻ പോവാ, പക്ഷെ നിങ്ങൾ ഇനിയെങ്കിലും പഠിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഓതി വെച്ച സൂക്ത മുഖദ്ദിമയിൽ സൂറത്ത് ശൂറ 30-ാം വചനം, ഒമാ അസാബകും മിൻ മുസീബ. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന വിപത്തില്ലേ, നിങ്ങളുടെ അടുക്കളയിൽ കയറി വന്ന വിപത്ത്, നിങ്ങളുടെ വീട്ടിന്റെ ആധാരം നിങ്ങളുടെ അല്ലാതാകാൻ പോകുന്ന വിപത്ത്, നിങ്ങളുടെ ഇലക്ട്രൽ വോട്ട് ID നിങ്ങളുടെ വിലയില്ലാതാകാൻ പോകുന്ന അവസ്ഥ, നിങ്ങൾ രാഷ്ട്രരഹിതരും പൗരത്വരഹിതരും ആയിത്തീരാൻ പോകുന്ന അവസ്ഥയില്ലേ, വിചിതമായ അവസ്ഥയാണ്. നിങ്ങൾ നികുതി അടച്ച ഭൂമി നിങ്ങളുടേതല്ലാതായി പോകുന്ന, നിങ്ങളുടെ വീട്ടിന് ബുൾഡോസർ ഏത് സമയം വരാവുന്ന അത്തരം ഒരവസ്ഥ വിപത്താണെങ്കിൽ നിങ്ങളെ ബാധിച്ച ഈ വിപത്തെല്ലാം ഫബിമാ കസബത്തായിരിക്കും, നിങ്ങളായിട്ട് ചെയ്ത ദുരന്തമാണോ. വിശുദ്ധ ഖുർആൻ വയഅഫു അൻ കസീർ, ഇത്രയൊന്നും അനുഭവിച്ചാൽ പോരാ, അല്ലാഹ് കുറെ വിട്ടുകളഞ്ഞതാ. എന്തൊരു വല്ലാത്ത വാക്യമാണ്. നാഥൻ എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്. കുറെ അല്ല വിട്ടതാണെന്ന് എല്ലാം കണക്ക് വെച്ച് തീർത്തെങ്കിൽ ജീവിക്കുമായിരുന്നില്ല ഈ മണ്ണിൽ ഞാനും നിങ്ങളും. അല്ലാഹ് പറയുന്ന വർത്താന നിങ്ങളെ ബാധിച്ച സകല വിപത്തും നിങ്ങളായിട്ട് ചെയ്തു കൂട്ടിയ ദുരർത്ഥങ്ങളാണ്, നിങ്ങളുടെ സ്വയംകൃത അനർത്ഥങ്ങളാണ്. ഇത്രയൊന്നും പോരാ നിങ്ങൾക്ക്. അല്ലാഹ് കുറെ വിട്ടുകളഞ്ഞതാ. അതെല്ലാം കണക്ക് വെച്ചവൻ നിങ്ങളോട് കണക്ക് തീർത്തിരുന്നു എങ്കിൽ നിങ്ങൾ ഒരാൾ പോലും മണ്ണിൽ ജീവിക്കുമായിരുന്നില്ല. അന്തരീക്ഷവായിലെ ഓക്സിജൻ നിങ്ങൾക്ക് നൽകാതിരിക്കാൻ അതിന് പറ്റും. അത്രയും അന്യായം നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നു. പക്ഷെ അല്ലാഹ് വിട്ടത് കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് സഹോദരന്മാരെ, ഈ ആയത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇമാം റാസി റഹിമഹുല്ലാഹ് ഈ ആയത്തിന് വിശദീകരണം പറയാ. സൂറ അന്ന 101 വചനം വെച്ചിട്ട് ആയത്ത് വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദ, അക്രമികളെ അല്ലാഹു വേറെ ചില അക്രമികളെ ഏൽപ്പിക്കും. ബിമാ കാനു യക്സിബൂൻ, അക്രമികൾ ചെയ്തുകൊണ്ട് ദുരന്തത്തിന്റെ ഫലം അവർ അനുഭവിക്കാൻ വേണ്ടി അക്രമികൾക്ക് മുകളിൽ വലിയ അക്രമികൾ രംഗത്ത് വരും. ആ ആയത്ത് വിശദീകരിച്ച് അദ്ദേഹം പറയാം, ഇമാം റാസി റഹിമഹുല്ലാഹ്, അൽ ആയത്ത് തദുല്ലു, ഈ ആയത്ത് അറിയിക്കുന്നു അലാ അന്ന റഅയ, ഒരു സമൂഹത്തിലെ പൗരന്മാർ, ഇത് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവർ, പ്രജകൾ, അതാണ് റായി, ആട്ടിടയൻ, ഭരിക്കുന്നവൻ, റഅയ ഭരണീയർ. അപ്പൊ ഞാനും നിങ്ങളും വോട്ടവകാശമുള്ള പൗരന്മാർ, അങ്ങനെ തന്നെയാണ് പ്രയോഗം. അതുകൊണ്ട് അലാ അന്ന റഅയ, ഒരു നാട്ടിലെ പൗരന്മാർ, മത്താ കാനൂ ളാലിമീൻ, അവർ എപ്പോൾ അക്രമത്തിന്റെ വഴി സ്വീകരിക്കുന്നു, അവർ നീതി വിട്ട്, ധർമ്മം വിട്ട്, കിതാബ് വിട്ട്, സുന്നത്ത് വിട്ട്, അവരുടെ പാർട്ടി താല്പര്യങ്ങൾ, അവരുടെ പൈശാചികത, അവരുടെ സുഖലോലുപത, അവരുടെ പണം, അവരുടെ ആനന്ദങ്ങൾ, അനുഭൂതികൾ, അതിലൊക്കെ പിറകെ പോകുന്നെങ്കിൽ ഫല്ലാഹു തആല യുസല്ലിതു അലൈഹിം ളാലിമൻ മിസ്ല, അവരെക്കാൾ വലിയ അക്രമികൾ അല്ലാഹു കൊണ്ടുവന്ന അധികാരം ഏൽപ്പിക്കും. അപ്പോൾ ഈ പ്രതിയെ അധികാരത്തിൽ വാഴിച്ച അല്ലയാണ് കേട്ടോ. അതിന് കാരണക്കാരായ പ്രതികൾ ഞാനും നിങ്ങളുമാണ്. ഈ പ്രതി ഇപ്പോൾ അധികാരത്തിൽ വരാൻ കാരണം അതിന് മുമ്പത്തവും ആളുകളും പ്രതികളായതുകൊണ്ടാണ്. ആ അക്രമികളെ വലിയ അക്രമികളെ കൊണ്ടുവന്ന് നിർത്തിയതാ. അന്നത്തെ അക്രമികളെ തിരുത്തി നേർവഴിക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ കണ്ണൻ തുണ്ടമായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ദീനായിരുന്നില്ല. നിങ്ങൾക്ക് ഈ കിതാബിയായ ഉത്ബോധനങ്ങളോ തിരിച്ചര്യകളോ ആയിരുന്നില്ല.
നിങ്ങൾ ഖത്ം എത്ര തീർത്തു ഈ റമദാനിൽ? ഈ പാഠങ്ങളൊക്കെ പഠിച്ചില്ലേ? പക്ഷെ നിങ്ങൾ ഒട്ടും ഉത്ബുദ്ധരായില്ല. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. നിങ്ങളുടെ മേൽ അല്ലാഹു ഇങ്ങനെ അധികാരിയെ കൊണ്ടുവരും. ഫൈൻ അറാദു അയതഖല്ലസു, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടോ? ഇമാം റാസിയുടെ വർത്തമാനമാണ്, എന്റെ വർത്തമാനമല്ല. ഫൈൻ അറാദു അയതഖല്ലസു മിൻ ദാലിക്കൽ അമീറിൽ ലാലിം, അക്രമിയായ ഭരണാധികാരി അമീറുൽ ലാലിം. സംശയമൊന്നും വേണ്ട, ഇമാമിന്റെ കാര്യം അമീറിന്റെ കാര്യമാണ്. രാഷ്ട്രീയം അതിന് പുറത്താണെന്ന് പറഞ്ഞ് നടന്നവർ ഇനി മിണ്ടരുത്. ഇത് അമീറിന്റെ കാര്യമാണ്. അതുകൊണ്ട് അൽ അമീറുൽ ലാലിം, അക്രമിയായ രാഷ്ട്ര നായകന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഫൽയത്റുകു അൽദുൽമ, നിങ്ങളുടെ അക്രമം നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ചെയ്യുന്ന അന്യായം അവസാനിപ്പിക്കുവിൻ. നിങ്ങൾ എന്താ കാണിച്ചാൽ അള്ളാഹുവിനോട് അനീതി കാണിച്ചു, നിങ്ങൾ അള്ളാഹിന്റെ ഗ്രന്ഥത്തോട് അനീതി കാണിച്ചു, നിങ്ങൾ തിരുനബിയോട് അനീതി കാണിച്ചു, നിങ്ങൾ രാഷ്ട്രത്തിന്റെ ഭരണഘടന അനീതി കാണിച്ചു. നിങ്ങളിലും അഴിമതിക്കാരും സ്വജനപക്ഷപാതക്കാരും ഒക്കെ തന്നെയാണുള്ളത്. നിങ്ങൾ സെക്യുലറിസം പറയുമ്പോഴും നിങ്ങൾ വോട്ടിന് വേണ്ടി വർഗീയതയെ വളർത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ പലത് പറയുമ്പോഴും നിങ്ങൾക്ക് നേരെ ചൊവ്വേ സംസാരിക്കാൻ ഗഡ്സ് ഇല്ല. അതുകൊണ്ട് നിങ്ങളാരും അധികം സംസാരിക്കേണ്ട, ഇനി ഞങ്ങൾ സംസാരിച്ചോളാം, ഞങ്ങൾ ഈ കിതാബിന്റെ ബലത്തിൽ സംസാരിക്കാം എന്ന് നമുക്ക് മുസ്ലിം സമുദായത്തിന് പറയാൻ പറ്റണം. ധീരരും കരുത്തരുമായ വിശ്വാസികൾ ഉണ്ടാവണം. അങ്ങനെ അവസ്ഥയിലേക്ക് നിങ്ങൾ വളരണം. ഇമാം റാസി റഹിമഹുല്ല, ഇമാം സഅദി വീണ്ടും പറയുന്നു, വമിൻ ദാലിക അന്നൽ ഇബാദ ഇദാ കസറ ലലമു വമിൻ ദാലിക അന്നൽ ഇബാദ ഇദാ കസറ ളുൽമുഹും വഫസാദുഹും വമൻഅഹിമുൽ ഹുഖൂഖൽ വാജിബ. ഒരു സമൂഹം, ഒരു രാഷ്ട്രത്തിലെ ആളുകൾ, അവർക്കിടയിൽ ദുൽമ വർദ്ധിച്ചു, ഫസാദ്, കുഴപ്പങ്ങൾ വർദ്ധിച്ചു, മനുഷ്യൽ ഹുക്കൂക്ക്, അവകാശങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥയുണ്ട്. അൽ ഹുക്കൂക്കൽ, നിർബന്ധമായ മനുഷ്യാവകാശം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായാൽ വല്ലഅലൈഹിം ദുൽമത്തുൻ യസൂമൂനഹും സുഅലദാബ്, അവരെ കഠിനമായി പീഡിപ്പിക്കുന്ന ഭരണാധികാരികൾ അവരുടെ മേൽ അല്ലാഹു കൊണ്ടുവന്ന് സ്ഥാപിക്കും. യസൂമൂനഹും സുഅലദാബ് പ്രയോഗമാണ്. ഈ പ്രയോഗം ഫിർഔനിന്റെ കാലത്ത് ബനു സമുദായം അനുഭവിച്ച പ്രയോഗത്തെ പറഞ്ഞ ഖുർആൻ അതേ പ്രയോഗ. അപ്പൊ അങ്ങനെ അധികാരിയെ കൊണ്ട് നിർത്തും. വയഖുദു മിൻഹും ബിൽദുൽമി വൽ ജൗരി അൽആഫം മാ മനഉ മിൻ ഹുഖൂഖില്ലാഹി വ ഹുഖൂഖി ഇബാദി. ആ പുതിയ അക്രമികളായ ഭരണകൂടം നിങ്ങളുടെ അവകാശങ്ങളെ മറ്റവർ ഹനിച്ചതിനേക്കാൾ കൂടുതലായി, നിങ്ങളുടെ ബാധ്യതകളെ മറ്റവർ തകർത്തതിനേക്കാൾ കൂടുതലായി, നിങ്ങളുടെ നിലനിൽപ്പിനെ മറ്റവർ ഇല്ലാതാക്കിയതിനേക്കാൾ കൂടുതലായി തീർത്ത് കളയും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. അദ്ദേഹം ഉദ്ധരിക്കുന്നു ഫുസ്സില 46, അമാ റബ്ബുക ബിദല്ലാമിൽ അബീദ്, ഒരിക്കലും അല്ലാഹു അനീതി കാണിച്ചതല്ല, നിങ്ങളായിട്ട് ചെയ്തു കൂട്ടിന അനുഭവമാണ്. നിങ്ങളാണ് പ്രതികൾ എന്ന് നമ്മളോട് ഖുർആൻ പറയാം. നമ്മളാണ് പ്രതികൾ, ഞാനും നിങ്ങളും ഉൾപ്പെടെ പ്രതികളാണ്. അതുകൊണ്ട് ഇനി നന്നാവാൻ ഒരു മാർഗമേ ഉള്ളൂ. 2 വഴികൾ പറയുന്നു ഈ തഫ്സീറിന്റെ ഒടുവിൽ. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ നന്നായിട്ട് കരുതണം, അള്ളാഹുവിനെ കൂടെ നിർത്തണം, കിതാബിനെ കൂടെ നിർത്തണം, നിങ്ങളുടെ ചിന്ത ഇസ്ലാമികമായിരിക്കണം, നിങ്ങളെ കാഴ്ചപ്പാട് ഇസ്ലാമിക, നിങ്ങളുടെ പാർട്ടികളെ മാറ്റിക്കളയുവിൻ, നിങ്ങളെ കൊടികളെ വലിച്ചെറിയുവിൻ. നിങ്ങൾ തമ്പുരാൻ പഠിപ്പിച്ച കൊടി നിറത്തിനപ്പുറത്ത്, പാർട്ടി മാനിഫെസ്റ്റോക്കപ്പുറത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രീയമുണ്ട്. അതൊരു സ്വസ്ഥമായ രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന്റെ രാഷ്ട്രീയമാണ്. ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും കൃത്യമായി ജീവിക്കാൻ അവകാശം വരണം. എല്ലാവരുടെയും ജീവധന മാനാദികൾ സുരക്ഷിതമാണ്. അതാണ് അർഫ മൈതാനിലെ പ്രസംഗം കുറെ കാലം കേട്ടതാ. ദുൽഹജ്ജ് 10 പ്രസംഗം, 9 പ്രസംഗം. അപ്പൊ ജീവധന മാനാദികൾ സുരക്ഷിതമായിരിക്കണം. അവസാനത്തെ പൗരനും അവന്റെ അവകാശം വകവെച്ച് കിട്ടണം. വിഭവങ്ങൾ കൃത്യമായി പങ്കുവെച്ച് പോകണം. ഇന്ന് ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ 3% കയ്യിലാ. ഫിറഔന്റെ കാലത്തെ ഫിറഔനും ഹാമാനും കാറൂനും കേട്ടില്ല നിങ്ങൾ? അതൊരു സിംബലാ, അതൊരു കാലത്തെ പേര് മാത്രമല്ല. ഫിറഔൻ സ്വച്ഛാധിപതിയായ ഏറ്റവും വലിയ ഫാഷിസ്റ്റ്, അവന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഹാമാൻ, അവന്റെ കൂടെ നിന്നുകൊണ്ട് പണം സമ്പാദിക്കുന്ന കാറൂൻ. ഇതൊരു പുതിയ കാലത്തെ രാഷ്ട്രീയത്തിലെ ഇക്വേഷനാണ്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്ത് എന്ന് ഞാൻ വിനയപുരസ്സരത്തിൽ അധികം പറഞ്ഞു പോകുന്ന, ക്ഷമിക്കണം. ഇത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തിരുത്തണം, ഇസ്ലാമിന്റെ കൂടെയാവണം, പശ്ചാത്തപിക്കണം, നിലപാടുകൾ ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മാനവിക രാഷ്ട്രീയത്തിന്റെ ധാർമ്മിക വക്താക്കളായിട്ട് രംഗത്ത് വരാൻ പറ്റണം. എന്നിട്ട് നിങ്ങൾ വഴി നടത്തണം ഈ രാഷ്ട്രത്തെ. നിങ്ങൾ തീരുമാനിക്കണം അധികാരത്തിലേറേണ്ടവർ ആരെന്ന്. നിങ്ങൾ നിങ്ങളുടെ അണികളെ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യിക്കണം, വിദ്യാഭ്യാസം ചെയ്യണം. നിങ്ങളുടെ മുഷാവറക്ക് പോലും 2 അഭിപ്രായം ഉണ്ടാവരുത്. അങ്ങനെ നിങ്ങൾ കരുത്തരാവണം. നിങ്ങൾ ഇന്ന് രാഷ്ട്രീയക്കാരന് പണം കൊടുത്ത ആളെ വാങ്ങാൻ പറ്റരുത്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഓരോ പാർട്ടിക്കാരും ആളുകളെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇപ്പോൾ സംഘപരിവാരത്തിന്റെ കൂടെ കുഴപ്പമൊന്നുമില്ല, അത് രാഷ്ട്രീയമല്ലേ, നമ്മളൊക്കെ പള്ളിയിലുണ്ടല്ലോ എന്ന് പറയുന്നിടത്ത് സമുദായം എത്തിയെങ്കിൽ, ഗുജറാത്ത് കലാപത്തിന്റെ വേദനയെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾ ഗുജറാത്ത് കാണാൻ പോയാൽ
അവിടുത്തെ ഗടാഗണ മുസൽമാന്മാർ സംഘപരിവാരത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. എന്നിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെ തമ്പുരാനാണ് പരാതി പറയുന്നത് എന്ന് അള്ളാഹ് ചോദിക്കുക. അതിന് നേരം മലയാളത അത്രയെങ്കിലും ഗൗരവം വിഷയം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ അത്തൗബത്തു ഇലല്ലാഹി തആല. മുഫസ്സിർ പറയാ, ഇനി നിങ്ങൾക്ക് ഒരു വഴിയേ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെ ആയില്ലേ, ഇന്ന് പെട്ടിയിലാകാൻ പോകുക ഇവിടത്തേത്, ഇനിയും പെട്ടികൾ ആവാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നികൃഷ്ടമായ വർത്താനാ പറയുന്നത്. ഏറ്റവും വലിയ അക്രമമായിട്ട് അള്ളാഹ് പഠിപ്പിച്ചു. ഫിറഔന്റെ ഏറ്റവും വലിയ അക്രമം എന്താ? അവിടുത്തെ ജനങ്ങളെ 2 തട്ടിലാക്കി മാറ്റി. അപ്പൊ ഇപ്പൊ തെരഞ്ഞെടുക്കുന്നപ്പോ കണ്ടില്ലേ, ഈ രാജ്യത്തിന്റെ സമ്പത്ത് മൊത്തം മുസൽമാന്മാർക്ക് കൊടുക്കുന്നു. ആർക്ക് കൊടുക്കും? പെറ്റുകൂട്ടുന്നവർക്കും നുഴഞ്ഞുകയറ്റം കൊടുക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ആയത്ത് കേൾക്കണോ? ആയത്ത് സൂറ ഖസസ് 4. ഇന്ന ഫിറഔന, നിശ്ചയം ഫിറഔൻ അലാ ഫിൽ അർളി, ഭൂമിയിൽ അഹങ്കരിച്ച് നടന്നു. അവന്റെ അഹങ്കാരത്തിലും ചെയ്ത പണി എന്താ? വജഅല അഹ്ലഹാ ശിയഅ, അവിടുത്തെ ജനങ്ങളെ തട്ടുകളാക്കി തിരിച്ചു. യസ്തളിഫു ത്വായിഫതൻ മിൻഹും, അതിലൊരു കൂട്ടരെ ദുർബലരാക്കി. ഇവിടെ മുസ്ലിം 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 എന്ന വർത്തമാനം പറഞ്ഞ് ജനങ്ങളെ തട്ടുകളാക്കി തിരിച്ച അഹങ്കാരിയായി നടക്കുന്ന ഫിറഔൻ ഒരു ചരിത്ര വായന മാത്രമല്ല, പുതിയ കാലത്തെ വെളിപാടുകളാണെന്ന് സഹോദരന്മാരെ മനസ്സിലാക്കണം. എന്നിട്ട് അവൻ ആ സമൂഹത്തോട് എന്ത് കാണിച്ചു? അവൻ ആൺകുഞ്ഞുങ്ങളെ അരുങ്കൊല ചെയ്തു, പെണ്ണുങ്ങളെ മാനഹാനം ജീവിക്കുന്നവർക്ക് മാറ്റി. ഇന്നഹു കാന മുഫ്സിദൻ, ഒന്നാം കുഴപ്പക്കാരനായിരുന്നു. ആ കുഴപ്പക്കാർ അങ്ങനെ അങ്ങ് തുടരൂല. ഫിറഔൻ തുടർന്നില്ല. അതുകൊണ്ട് അല്ലാഹ് പറയും, ഇസ്തിക്ബാറൻ ഫിൽ അർദ്, ഭൂമിയിൽ അവരെങ്ങനെ അഹങ്കരിച്ച് നടക്കും. നീചമായ തന്ത്രങ്ങൾ, നീചമായ തന്ത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയം. 10 കൊല്ലം ഭരിച്ചിട്ട് ഒന്നും പറയാനില്ല. പറയണതെല്ലാം വർഗീയതയാണ്, വിഷമാണ്. അങ്ങനെ നീചമായ തന്ത്രമെനിയും നീചമായ തന്ത്രങ്ങൾ അത് പയറ്റുന്നവരെയും കൊണ്ടേ പോകൂ. അല്ലാഹ് പറയാ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിച്ചോ. വിശുദ്ധ ഖുർആൻ സൂറ ഫാത്തിർ 41 വചനമാണ്. ഇസ്തിക്ബാറൻ ഫിൽ അർദ്, ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുക. വമക്കറസ, നീചമായ തന്ത്രങ്ങളാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലാ യഹീകുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലി, നീചമായ തന്ത്രങ്ങൾ അത് പയറ്റുന്നവരെ ബാധിക്കാതിരിക്കില്ല. അങ്ങനെ മുകളിൽ ഒരു തമ്പുരാനുണ്ട് കേട്ടോ, അവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളെ ഇഷ്ടം പോലെ ആവാം. രാഷ്ട്രീയം വെച്ചവർ തിരുത്തണം. നിങ്ങളായിരിക്കും 1-ാം നമ്പർ പ്രതി, മുസ്ലിമീങ്ങൾ. കാരണം നിങ്ങളുടെ വേദമാണ് ഇതെല്ലാം പറയുന്നത്, നിങ്ങളുടെ മുഫസ്സിരീങ്ങൾ അത് പറഞ്ഞത്, നിങ്ങളുടെ റസൂലാണ് ഇത് കാണിച്ചത്. നിങ്ങളുടെ പാഠത്തിൽ അതൊക്കെ അവരുടെ കയ്യിൽ ഇതില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കെ നിങ്ങളത് നേരെ ചൊവ്വേ കൊണ്ടു നടക്കാൻ തയ്യാറ്. അതുകൊണ്ട് നിങ്ങൾ പരാതി പറഞ്ഞാൽ പറയാം. നമ്മളിപ്പോ നമ്മളെ കുറിച്ച്, ഇന്ത്യയിലെ മുസ്ലിമിനെ കുറിച്ച് ഒരു പണ്ഡിതൻ പറഞ്ഞതാ, പുറത്തുള്ള എന്താ ഇവരെ ഹാല്? ഈ മുസ്ലിമുകൾ അവരിങ്ങനെ ആവലാതി പറയുന്നു, ഞങ്ങൾ അതാക്കുന്നേ, ഞങ്ങൾ ഇതാക്കുന്നേ, ഞങ്ങൾ അതാക്കുന്നേ, ആവലാതി. അവർ ഞങ്ങളെ പരിഗണിച്ചില്ല. ഈ പാർട്ടിയും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആവലാതി പറഞ്ഞ് കുത്തിരിക്കുക, കട്ടൻ ചായയും കുടിച്ചിട്ട്. അവരിങ്ങനെ ആവലാതി പറയുന്നു. വലായത്തവർ ചിന്തിക്കുന്നില്ല. പാഠങ്ങൾ ശരിക്കും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായിരുന്നു റമദാനിൽ ഓതി മുന്നോട്ട് പോയത്. ഖുർആൻ ക്ലാസും വായന കുറവില്ല. 5 മിനിറ്റ് ഹുത്വ നീണ്ടാലേ കുഴപ്പമുള്ളൂ. പള്ളിയിരിക്കാൻ ഒരു പൊറുതികേടും, തെരുവിൽ ഒരു പൊറുതികേടുമില്ല. ആഴ്ച ഒരിക്കൽ പോലും നേരെ ചൊവ്വേ ഇസ്ലാം കേൾക്കാൻ തയ്യാറാവാത്തൊരവസ്ഥയിലേക്ക് സമുദായം മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് അവർക്കിന്നും പത്യം, നിസ്കാരത്തിന് ഷർത്തും ഫർളും മാത്രം. മൈത്തസ്കാരം ഇവിടെ തുടങ്ങിയിട്ട് കാലം കുറേ, എന്നാലും മിമ്പറിൽ മൈത്തസ്കാരന്റെ ഫർളും ഷർത്തും. കഫൻ പുടവ അണിയിച്ചിട്ട് കുറെ കാലമായി ശീലം, എന്നാൽ അതെന്നെ പഠിപ്പിക്കുക. ഒരു നാഷണൽ വേസ്റ്റ്. ഇങ്ങനെയൊരു സമുദായം അവരുടെ മുഖ്യമായ സമയം ഒരു മാസത്തിന് മുമ്പിൽ നിർത്തിയിട്ട് കൈകാല സമയമൊക്കെയും പഠിച്ചു തന്നെ ആവർത്തിച്ച് പഠിക്കുന്ന 1-ാം ക്ലാസ് പഠിച്ച കുട്ടിയെ നിങ്ങൾ 1-ാം ക്ലാസ് ചേർക്കുവോ? സ്കൂൾ തുറക്കുമ്പോൾ 2-ാം ക്ലാസ് പഠിച്ച 2-ാം ക്ലാസ് കൊണ്ട് ചേർക്കുവോ? നിങ്ങൾ 3-ലേക്ക് കയറ്റിയിരുത്തും, വാശി പിടിക്കും നിങ്ങൾ. അങ്ങനത്തെ നിങ്ങൾ എന്ത് വേസ്റ്റാണ്, എന്ത് അന്യായമാണ് മിമ്പറിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് അക്രമം അവസാനിപ്പിക്കണം എന്ന് ഞാൻ എന്നോട് പറയാം. നിങ്ങൾ കേട്ടിരുന്ന എൻ്റെ വികാരം നിങ്ങൾ കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് അത്രയല്ലേ പറ്റൂ. അതുകൊണ്ട് സഹോദരന്മാരെ, പരാതി പറയാനും ചിന്തിക്കാതിരിക്കാനും ശീലിച്ചവരെ നിങ്ങൾ യസ്തഖൂൻ ആവലാതി മാത്രം പറയുന്നു, വലായത്തവർ ചിന്തിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, ഈ അക്രമി എങ്ങനെ നമ്മുടെ മേൽ അധികാരത്തിൽ ഒന്ന് ചിന്തിക്കണം. ആ മുഫസ്സിർ പറയാ, പണ്ഡിതൻ പറയാ, നിങ്ങൾ ചിന്തിക്കൂ, ഈ അക്രമം നമ്മിൽ എങ്ങനെ സംഭവിച്ചു? ഇങ്ങനത്തെ ഒരു രാഷ്ട്രക്രമത്തിനകത്ത് ജീവിക്കേണ്ട ഗതികേട് സംഭവിക്കാനുള്ള കാരണങ്ങൾ, അസ്ബാബുകൾ എന്താണ്? ഈ കാരണങ്ങളിൽ നമുക്ക് പങ്കുണ്ടോ? ഈ കാരണങ്ങളിൽ
ഇങ്ങനെ സംഭവിക്കാൻ നമ്മൾ പങ്കുകാരായിട്ടോ എന്ന് ചിന്തിക്കണം. വിനയപുരസ്സരം ഈ ഉദ്ധരണം കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, തിരുത്തിയിട്ട് മുന്നോട്ട് അള്ളാഹ് കൂടെ ഉണ്ടാകും. അള്ളാഹിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായാൽ, തിന്മയ്ക്കെതിരെ പൊരുതാൻ തയ്യാറായാൽ, ധർമ്മത്തെ മുറുകെ പിടിക്കാൻ തയ്യാറ്, ഖുർആന്റെ വക്താക്കളായി മണ്ണിൽ ജീവിക്കാൻ തയ്യാറ്, സ്വസ്ഥമായ രാഷ്ട്രക്രമത്തെ പടുത്തുയർത്താൻ, അതിന്റെ ചാലക ശക്തിയായി മാറാൻ ഈ ഖുർആൻ കേരള ജനതക്ക് പറ്റും. പക്ഷെ നമ്മൾ അവിടുന്ന് മാറിപ്പോയി. അതുകൊണ്ട് ദുരന്തം അനുഭവിച്ചേ അടങ്ങൂ. അറിയില്ല എന്താ സംഭവിക്കുക, ഇപ്പോഴും അറിയില്ല അടുത്ത ഭരണം എന്താകുമെന്ന്, മാറ്റം വരുമോ എന്നറിയില്ല. അനിശ്ചിതാവസ്ഥക്ക് മുമ്പിൽ തമ്പുരാന്റെ ഔദാര്യം കൊണ്ട് മാത്രം അത്ഭുതം സംഭവിച്ചേക്കാം. അതുകൊണ്ട് നേരെ ചൊവ്വെ തിരിച്ചറിവിന്റെ ബലത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മൾ ധാർമ്മികതയിൽ പോയാൽ കൂടെ നിൽക്കും. വനുരീത് നാം ഉദ്ദേശിക്കുന്ന മണ്ണിൽ ദുർബലരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ, അവരെ നേതാക്കളും ജേതാക്കളുമാക്കാൻ നാം ഉദ്ദേശിക്കുന്നു. ഈ മണ്ണ് അവർ അനന്തരമെടുക്കണം. സംഘപരിവർത്തന ശേഷവും മുസ്ലിമീങ്ങൾ ജീവിക്കണം ഇന്ത്യയിൽ. അതിനുശേഷം ഇന്ത്യ നിലനിൽക്കണം ഇന്ത്യയായിട്ട്. എങ്കിൽ നിങ്ങൾക്ക് ഖുർആനിന്റെ നിലപാടുകൾ ഉണ്ടാവണം. അതുകൊണ്ട് ഇനിയെങ്കിലും ദയവ് ചെയ്ത് രാഷ്ട്രീയത്തെ നിങ്ങൾ പാർട്ടിക്ക് വിട്ടുകൊടുക്കല്ല, കൊടിനിറത്തിന്റെ പിറകെയാവല്ല, മാനിഫെസ്റ്റോ ചർച്ചയാവല്ല. ഈ മാനിഫെസ്റ്റോ ജീവിതത്തിന്റെ ഭരണഘടനയാകുന്ന ഈ ഖുർആനും രാഷ്ട്രത്തിന്റെ ഭരണഘടനയും ചർച്ചയാവട്ടെ. അത്തരം നിലപാടിലേക്ക് മാറാത്ത കാലത്തോളം ദുരന്തം അനുഭവിക്കാതെ മണ്ണിൽ നിങ്ങൾ തുടരില്ല എന്ന് ഇസ്ലാമിക അധ്യാപനം പഠിപ്പിച്ച പാഠം സമർപ്പിച്ചുകൊണ്ട് വിനയപുരസ്സരം പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഈ ദുരന്തത്തെ നമ്മെ കരകയറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അക്രമികളെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്ന എല്ലാവരുടെയും നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. നമ്മുടെ പ്രയത്നങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിലാകുമാറാവട്ടെ. അതിന് നല്ല പ്രതിഫലങ്ങൾ ഈ ലോകത്തുണ്ടാകുമാറാവട്ടെ. അതുമുഖേന നല്ല പ്രതിഫലം പരലോകത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, തമ്പുരാന്റെ വിധിവിലക്കൾ പാലിക്കണം ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മൾ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഈസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين.